നമസ്കാരം, എല്ലാവർക്കും സൈലം പേസിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ഫയർ വുമൺ എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ലോകസഭ പാസ്സാക്കിയത് എന്ന്. അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ നിൽക്കട്ടെ, നമുക്ക് വഴിയെ പറയാം. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിയമമാണ് വനിതാ സംവരണ നിയമം 2023. അതിൻ്റെ മറ്റൊരു പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. എന്നാണ് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ പാർലമെൻറ്റിൽ നടക്കുന്ന ആദ്യത്തെ ബില്ല്, അതായത് ആദ്യം അവതരിപ്പിക്കുന്ന ബില്ല് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വനിതാ സംവരണ ബില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു ഒപ്പുവെക്കുന്ന ആദ്യത്തെ ബില്ലും ഈ പറഞ്ഞ വനിതാ സംവരണ ബില്ലായിരുന്നു. നമുക്കിതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി സ്ത്രീകൾക്ക് ഇത്തരത്തിൽ വനിതാ സംവരണം കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് പരിഗണിക്കപ്പെടാതെ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ആദ്യമായിട്ട് വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് 1996 81 ഭേദഗതിയിലൂടെയാണ്. HD ദേവഗൌഡ പ്രധാനമന്ത്രിയായിരിക്കെ. പക്ഷേ പാസ്സായില്ല. പിന്നീട് ഈ ബില്ല് ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയും ആ കമ്മിറ്റിയുടെ അധ്യക്ഷ എന്ന് പറയുന്നത് ഗീത മുഖർജി ആയിരുന്നു. അവർ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരു MP ആയിരുന്നു. അപ്പോൾ പിന്നീട് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ട് അവർ കുറച്ച് നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിച്ചെങ്കിലും അതും എന്ത് ചെയ്തില്ല, പാസ്സായില്ല. അപ്പം അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വനിതാ സംവരണ ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1996 81 ഭേദഗതിയിലൂടെയാണ്. വനിതാ സംവരണ ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്ന ആദ്യ വനിത ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഗീത മുഖർജി എന്നാണ്. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് ഇങ്ങോട്ട് പല തവണ വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും പാസ്സാവുന്നില്ല. അപ്പം ഇക്കഴിഞ്ഞ ബില്ല് കൂടാതെ 6 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ പരാജയപ്പെട്ടു. പിന്നീട് നമുക്കറിയാം അല്ലേ, 2023 ബില്ല് പാസ്സായി എന്നുള്ള കാര്യം. അപ്പം നമുക്ക് ഈ ഒരു 2023 ബില്ലിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ 128 ബില്ലായിട്ടാണ് വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിലും ഭേദഗതി എത്രയാണ്, 106 ഭേദഗതിയാണ്. നമ്മുടെ പുതിയ പാർലമെന്റിലെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബില്ല് കൂടിയാണ് വനിതാ സംവരണ ബില്ല് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നായിരുന്നു നമ്മുടെ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനം? അത് 2023 മെയ് 28 അങ്ങനെ ആദ്യ സമ്മേളനം കൂടുന്നതോ അത് 2023 സെപ്റ്റംബർ 19 അങ്ങനെ നമ്മുടെ നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ ലോകസഭയിൽ നമ്മുടെ വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുന്നു. ഇനിയാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം. നാരി ശക്തി വന്ദൻ അധിനിയം ലോകസഭ പാസ്സാക്കുന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 20. ലോകസഭ പാസ്സാക്കുന്ന എന്നാണ്? 2023 സെപ്റ്റംബർ 20. അങ്ങനെ ലോകസഭ പാസ്സാക്കുന്നു. അടുത്ത പടി എന്താ? രാജ്യസഭയിലേക്ക് അയക്കുന്നു. രാജ്യസഭ എന്നാ പാസ്സാക്കുന്നത്? 2023 സെപ്റ്റംബർ 21. ഇനി രാഷ്ട്രപതിയുടെ ഒപ്പ് വേണം അല്ലേ? 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു വനിതാ സംവരണ ബില്ലിൽ ഒപ്പുവെക്കുന്നു. അപ്പം നിയമം നമുക്കറിയാം, ഗവൺമെന്റ് എന്ന് തീരുമാനിക്കുന്നു അന്നാണ് നിയമം നിലവിൽ വരുന്നത്. നിയമം നിലവിൽ വരുന്നത് തൊട്ട് 15 വർഷത്തേക്കാണ് നമ്മുടെ ഈ ഒരു വനിതാ സംവരണം വരുന്നത്. ഇത്രയും നേരം നമ്മൾ ലോകസഭയും രാജ്യസഭയൊക്കെ പാസ്സാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അല്ലേ? ഇനി എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഡൽഹി നിയമസഭകളിലേക്കുമുള്ള സീറ്റുകളിൽ 33% വനിതാ സംവരണം അനുവദിക്കുന്ന നിയമമാണ് വനിതാ സംവരണ നിയമം 2023. നമുക്കറിയാം, ഏതൊരു ഭേദഗതി വരുമ്പോഴും ഭരണഘടനയിൽ മാറ്റം വരും എന്നുള്ള കാര്യം. അപ്പോൾ ഈ വനിതാ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട അനുച്ഛേദങ്ങൾ ഏതാന്ന് നോക്കാം. അനുച്ഛേദം 330A ലോകസഭാ സീറ്റുകളിലെ 33% വനിതാ സംവരണത്തെക്കുറിച്ച് പറയുന്നത്. അനുച്ഛേദം 332A സംസ്ഥാന നിയമസഭകളിലെ സംവരണത്തെക്കുറിച്ച് പറയുന്നത്. ഡൽഹി നിയമസഭയിലെ വനിതാ സംവരണത്തെക്കുറിച്ച് പറയുന്നത് അനുച്ഛേദം 239A.
അപ്പോൾ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. 73, 74 ഭേദഗതികളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 33% സംവരണം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ 33% കുറയാത്ത സംവരണം വേണമെന്നാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിലും നമുക്കറിയാം കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും 50% സംവരണം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.